ഉദ്യോഗാർത്ഥികൾ എല്ലാവരും തന്നെ കാത്തിരുന്നിട്ടുള്ള എയർഫോഴ്സിന്റെ നോൺ കോമ്പാക്ട് കേരളത്തിൽ ജോലി ലഭിക്കുന്ന ഇന്ത്യൻ എയർഫോഴ്സിന്റെ അഗ്നിവീർ നോൺ കോമ്പാക്ട് നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. മിനിമം 10ാം ക്ലാസ് മാത്രമേ ഇതിന് അപേക്ഷിക്കാനായിട്ട് ആവശ്യമുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. പിന്നെ ഇതിന് മുമ്പ് ഈ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കൊരു അപ്ഡേറ്റ് ലഭിച്ച സമയത്ത്. സോ അത് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 2 ദിവസമായിട്ടായി. ഇന്നത്തേക്ക് ഈ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുകയാണ്. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ്. ഇതിന് ഓഫ്ലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കെയർഫുൾ ആയിട്ട് വീഡിയോ കണ്ടിരിക്കണം. ഓരോരോ മൊമെന്റും അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, കെയർഫുൾ ആയിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. സോ അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 17 ഓഗസ്റ്റ് 2026 ഇതാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അപേക്ഷിക്കേണ്ട ക്രൈറ്റീരിയാസ് നോക്കുകയാണെങ്കിൽ ഏജ് തന്നെ നമുക്ക് തുടങ്ങാം. ഏജ് ലിമിറ്റ് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇംഗ്ലീഷിൽ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. ഹിന്ദി എല്ലാവർക്കും അത്ര വശം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഹിന്ദിയിൽ ഇംഗ്ലീഷിൽ യു ക്യാൻ സീ 1 ജാനുവരി 2005 അതുപോലെ തന്നെ 1 ജൂലൈ 2009 ഈ ഒരു ഡേറ്റിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലോ ജനിച്ചവർക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുക. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഒന്നിക്ക് ഈ ഡേറ്റിലായിരിക്കണം. അല്ലാതെ നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അപേക്ഷ അവർ അവിടെ നിന്ന് റിജക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്. മറ്റൊന്നും പറ്റത്തില്ല. ഏജ് റിലാക്സേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും യോഗ്യതയുള്ള താല്പര്യമുള്ളവർ ശ്രദ്ധിച്ച് അപേക്ഷിക്കുക. പ്രധാനമായിട്ട് പറയുന്നത് ഈ ഒരു ഡേറ്റ്, അതായത് 1 ജനുവരി 2005 1 ജൂലൈ 2009 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുക, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ അപ്പർ ഏജ് ലിമിറ്റ് 22 ഇയേഴ്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓൺലി അൺമാരീഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പെൺകുട്ടികൾക്ക് പറ്റില്ല. ആൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കേണ്ട. വിദ്യാഭ്യാസ യോഗ്യത ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 10th ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. 10th പാസ്സാണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മെഡിക്കൽ സ്റ്റാൻസ് നോക്കുകയാണെങ്കിൽ മിനിമം 152 സെൻറ്റിമീറ്റർ ഉയരം വേണം. ചെസ്റ്റ് എക്സ്പാൻഷൻ ചോദിച്ചത് കാണാൻ സാധിക്കും 5 സെൻറ്റിമീറ്റർ ആണ്. ചെസ്റ്റ് ഇത്ര വേണമെന്നും പറഞ്ഞില്ല. പക്ഷേ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ടാപ്പ് വെച്ച് അളക്കും. അപ്പോൾ എക്സ്പാൻഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ യൂണിറ്റ് ടു ഷോ. 5 സെൻറ്റിമീറ്റർ എന്ത് ചെയ്യണം, എക്സ്പാൻഷൻ വേണമെന്ന് ശ്രദ്ധിക്കുക. പിന്നെ സാധാരണയുള്ള മെഡിക്കൽ സംഭവം തന്നെ, അതായത് പ്രപ്പോർഷനേറ്റ് ടു ഹൈറ്റ് ആൻഡ് ഏജ് ആണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് വെയ്റ്റിൻ്റെ കാര്യത്തിൽ വെയ്റ്റ് പ്രപ്പോർഷനേറ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഹൈറ്റിനും അതുപോലെ തന്നെ ഏജിനും ആനുപാതികമായിട്ടുള്ള ഇത് വേണം, വെയിറ്റ് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ലഭിക്കും. അതുപോലെ വിഷ്വൽ സ്റ്റാൻഡ് കാണാൻ സാധിക്കും. പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ കൃത്യമായിട്ട് തന്നെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടി നോക്കാവുന്നതാണ്. നമുക്ക് ലാസിക് സർജറി ഒന്നും എന്ത് ചെയ്യത്തില്ല, അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളൊരു കാര്യം ഇവിടെ സെപ്പറേറ്റ് തന്നെ എടുത്ത് പറഞ്ഞതായിട്ട് നമുക്ക് കാണാനും സാധിക്കുന്നതാണ്. ഇയറിംഗ് പെർഫെക്റ്റ് ആയിരിക്കണം. ഡെൻറ്റൽ പോയിൻറ്റ്സ് ഉണ്ടായിരിക്കണം 14 സെറ്റാണ് കേട്ടോ പറയുന്നത്. 14 ഉണ്ടായിരിക്കണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ജനറലി നിങ്ങൾ ഫിസിക്കലി അതുപോലെ തന്നെ മെഡിക്കലി നല്ലപോലെ ഫിറ്റായിട്ടുള്ള ഒരാളായിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ജോബ് പ്രൊഫൈലിലേക്ക് നമുക്ക് കിടക്കാം. മെയിനായിട്ട് 2 ജോബുകളിലേക്കാണ് അപേക്ഷ ഇപ്പം വിളിച്ചിട്ടുള്ളത്. ഒന്ന് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിടക്കാൻ സാധിക്കും. കാൻഡിഡേറ്റ് ആ സെലക്ടഡ് അഗ്നിവീർ നോൺ കോമ്പാക്റ്റ് ആണ്. നിങ്ങൾ നോൺ കോമ്പാക്റ്റ് ആയിട്ടാണ് വിളിക്കാൻ പോകുന്നത്. അതായത് ഹോസ്പിറ്റാലിറ്റിയിലേക്കും ഹൗസ് കീപ്പിംഗ് ഈ 2 സ്ട്രീമിലേക്കാണ് വിളിക്കാൻ പോകുന്നത്. സോ ഇവിടെ നിങ്ങൾ യുദ്ധത്തിന് പോവുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വെപ്പൺ ഹാൻഡിൽ ചെയ്യുക അങ്ങനെയുള്ള വർക്കൊന്നും ചെയ്യേണ്ട. നോൺ കോമ്പാക്റ്റ് ആണ്. കോമ്പാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഹോസ്പിറ്റാലിറ്റിൻ്റെ ജോലികൾ നിങ്ങൾക്ക് ഇവിടെ ഓരോന്നായിട്ട് കാണാൻ സാധിക്കും. ഓൾ ജോബ്സ് എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഇൻ ദി സ്ട്രീം ആൻഡ് ഇൻഡിവിജ്വൽ ഈസ് എക്സ്പെക്റ്റഡ് ടു പെർഫോം ഓൾ ദി ജോബ്. ഇവിടെ പറഞ്ഞ ഓരോരോ ടാസ്കും കുക്കിംഗ്, കിച്ചൺ മാനേജ്മെൻറ്റ്, അതുപോലെ ഇവിടെ കാണുന്ന ഓരോരോ ടാസ്കുകളും ഉണ്ടല്ലോ, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന സ്ട്രീമിൽ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും എന്ന് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഈ ഫുഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, നമുക്കറിയാം എയർഫോഴ്സിൻ്റെയൊക്കെ ഫുഡ് സ്റ്റൈൽ എന്നൊക്കെ പറയുന്ന കുറച്ചുകൂടെ പ്രീമിയം രീതിയിലുള്ള ഭക്ഷണങ്ങൾ, അവരുടെ ഭക്ഷണം കഴിക്കുന്ന ഓഫീസേഴ്സിൻ്റെയൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ ഡ്യൂട്ടി വരുന്നത്, ഇതിൻ്റെ ഹോസ്പിറ്റാലിറ്റീൻ്റെ വരുന്നത്. ഇനി ഹൗസ് കീപ്പിംഗ് സ്ട്രീം നമുക്ക് നോക്കാവുന്നതാണ്. അവിടെയും പറയുന്നത് കാണാൻ സാധിക്കും ഇൻ ദി സ്ട്രീം ആൻഡ് ഇൻഡിവിജ്വൽ ഈസ് എക്സ്പെക്റ്റഡ് ടു പെർഫോം ഓൾ ദി ജോബ്സ് ആൻഡ് ടാസ്ക് അസോസിയേറ്റഡ് വിത്ത് ക്ലീനിങ്, അതുപോലെ ക്ലീനിങ് ആണ് പറയുന്നത്. ഫ്ലോർ, റോഡ്, റൂംസ്, ബാത്റൂം, അതുപോലെ കമാൻഡ്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഓരോന്നായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഹൗസ് കീപ്പിംഗ് ആണ്.
അപ്പോൾ ക്ലീനിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പയർ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യും. ഇവിടെ പറഞ്ഞൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ ജോബിൻ്റെ ടാസ്ക് ആയിട്ട് വരുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമ്മൾ ബാംഗ്ലൂരിലാണ് അപേക്ഷ സമർപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു അപേക്ഷാ ഫോം ഉണ്ട്, അതെങ്ങനെ ലഭിക്കുന്നുള്ളത് ഞാൻ മുമ്പോട്ടേക്ക് പറയാം കേട്ടോ. അപ്പം ബാംഗ്ലൂർ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ ഒരു ബാംഗ്ലൂരിൻ്റെ പോസ്റ്റൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കത്ത് അയക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷ അയക്കുകയാണ് വേണ്ടത്. ഇനി നിങ്ങൾ ഈ പറഞ്ഞ അഡ്രസ്സിൽ തന്നെയാണ് ബാംഗ്ലൂർ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അവിടെ കൊണ്ടുപോയിടാം. അവിടെ ഒരു പെട്ടി വെച്ചിട്ടുണ്ടാവും, ഡ്രോപ്പ് ബോക്സ് ആണ്, അവിടെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സാധിക്കും, അവർ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അപേക്ഷ എടുക്കുന്നതായിരിക്കും. എങ്ങനെ അയക്കാം കേട്ടോ, അതായത് ഒന്നിക്കാൻ നിങ്ങൾക്ക് അയച്ചു കൊടുത്താലും പ്രശ്നമില്ല, അവിടെ പോയിട്ട് ഇട്ടാലും രണ്ടായാലും കുഴപ്പമില്ല. അപ്പോൾ അവിടെ വന്നിട്ടുള്ള വേക്കൻസി കാണാൻ സാധിക്കും. ഹോസ്പിറ്റാലിറ്റി ഉണ്ട്, ഹൗസ് കീപ്പിംഗ് ഉണ്ട്, രണ്ടും ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 2 വേക്കൻസി അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് അപേക്ഷകൾ വിളിച്ചതായിട്ട് കാണാൻ സാധിക്കും, ഒരുപാട് സ്ഥലത്തേക്ക് അപേക്ഷകൾ വിളിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. കേരളത്തിലേക്ക് 2 സ്ഥലത്ത് വന്നത് കാണാൻ സാധിക്കും. ഒന്ന് തിരുവനന്തപുരം കമാൻഡൻറ്റ് ഓഫീസർ എന്ന് പറഞ്ഞിട്ട് ഇവിടത്തേക്ക് വന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ട്രിവാൻഡ്രം കേരള ഈ ഒരു പിന്നിലേക്ക് വന്നത് കാണാൻ സാധിക്കുന്നതാണ്. ഐ തിങ്ക് ഇറ്റ്സ് ചെറുവിക്കൽ. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കുക. ഇവിടെ 2 പോസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഡ്രോപ്പ് ബോക്സ് ആണിത്, അവിടെ കൊണ്ടുപോയി നേരിട്ടിട്ട് നിങ്ങളുടെ അപേക്ഷ ഇടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് ദൂരെയാണെങ്കിൽ എന്ത് ചെയ്യാം, അത് ലെറ്റർ ആയിട്ട് അയക്കാൻ സാധിക്കും. ഇവിടെയും തിരുവനന്തപുരം മറ്റൊരു വേക്കൻസി കൂടി റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും. അത് ഹൗസ് കീപ്പിംഗ് മാത്രമാണ് കേട്ടോ. സോ ഇവിടത്തേക്ക് നിങ്ങൾക്ക് നേരിട്ട് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം, അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, ഒന്നിക്കൽ നിങ്ങൾക്ക് അപേക്ഷ പൂരിപ്പിച്ച് അയക്കാം, അല്ലെങ്കിൽ നേരിട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ ഇടാം. ഇത് നമ്മുടെ ശംഖുമുഖം ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു എയർഫോഴ്സ് കമാൻഡിങ് എയർ ഓഫീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ, ഐ മീൻ വേക്കൻസി ആണെന്ന് ശ്രദ്ധിക്കുക. പിന്നെ മൈസൂരേക്ക് എവിടെ വേണമെങ്കിലും ഇടാം. കേരളത്തിൽ കൊടുക്കുന്നവർക്ക് കേരളത്തിൽ തന്നെ 4 വർഷം അഗ്നിവീറിൻ്റെ ഭാഗമായിട്ട് സർവീസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അവസരം തന്നെയാണ്. മാത്രമല്ല എല്ലാവരെയും പറഞ്ഞു കൊടുത്തൊന്നും ഇല്ല എന്നുള്ളൊരു കാര്യവും. പിന്നെ കുറച്ചധികം പേര് ചോദിച്ചതാണ്, ഇപ്പോൾ എയർഫോഴ്സിൻ്റെ നോൺ കോമ്പാക്റ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് SSC GD പോലുള്ള പോസ്റ്റുകളിലേക്ക് ഇത് കിട്ടുമോ എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് റിസർവേഷൻ കിട്ടുമോ? തീർച്ചയായിട്ടും നിലവിൽ കിട്ടും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ആർ റിക്വയർഡ് ടു അറ്റാച്ച് ഫോളോയിങ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡോക്യുമെൻറ്റ്സ് പറയുന്നുണ്ട്. ഒന്ന് 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ഷീറ്റ് ഉണ്ടല്ലോ, അതായത് 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, അതിൻ്റെ കോപ്പി എന്ത് ചെയ്യണം, നമ്മൾ അയച്ചു കൊടുക്കണം. അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് റീസെൻറ്റ് കളർ ഫോട്ടോഗ്രാഫ് നോട്ട് ഓൾഡർ ദാൻ 6 months ആസ് ഓൺ ദി ലാസ്റ്റ് ഡേറ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻ. അതായത് ഈ ഒരു മാസത്തിന് മുമ്പായിട്ട് ബാക്കോട്ടേക്ക് 6 മാസം തികയുന്ന പറ്റത്തില്ല, ഫോട്ടോ പറ്റത്തില്ല. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 6 മാസം പഴക്കമില്ലാത്ത ഫോട്ടോ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിൻ്റെ കൂടെ അയക്കണം. അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ദി ഫോട്ടോഗ്രാഫ് ഈസ് ടേക്കൺ വിത്ത് കാൻഡിഡേറ്റ് ഹോൾഡിംഗ് എ ബ്ലാക്ക് സ്ലേറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ചെസ്റ്റ്, നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ഫോട്ടോഗ്രാഫ് ടേക്കൺ. അതായത് നമ്മുടെ പേര് എഴുതുക, നിങ്ങളുടെ പേരെന്താണോ, ഇപ്പം നിങ്ങളുടെ പേര് ഈ മുകളിൽ എഴുതുന്നു, അതിന് ശേഷം അതിൻ്റെ അടിയിൽ എന്ത് ചെയ്യുന്നു, ഡേറ്റ്, അന്നത്തെ ഡേറ്റ് എഴുതുക എന്നുള്ളൊരു കാര്യം കൂടി എഴുതിയിട്ട് ഒരു സ്ലേറ്റ് പിടിച്ചിട്ടാണ് ആ ഫോട്ടോ എടുക്കേണ്ടത്. എയർഫോഴ്സിൻ്റെ അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് ഏകദേശം അറിയാവുന്നതാണ്. അപ്പോൾ അത് അയക്കണം. ആ ഫോട്ടോ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കുമ്പം വേണം. അതുപോലെ തന്നെ കൺസെൻറ്റ് സർട്ടിഫിക്കറ്റ് ലീഗൽ ഗാർഡിയൻ്റെ പാരൻസിൻ്റെയോ ലീഗൽ ഗാർഡിൻ്റെയോ കീഴിൽ നിന്ന് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് 18 വയസ്സിൻ്റെ താഴെയുള്ളവർ. ഇനി 18 വയസ്സിൻ്റെ മുകളിലുള്ളവർ അവർ തന്നെ ഒപ്പിട്ടിട്ട് എന്ത് ചെയ്യണം, കൺസെൻറ്റ് സർട്ടിഫിക്കറ്റ് അയക്കണം എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. സോ ആനുവൽ ലീവ് 30 ആയിരിക്കും. നമുക്കറിയാം അഗ്നിവീറാണ്, ആനുവൽ ലീവ് 30 ആയിരിക്കും ഉണ്ടാവുക എന്ന് നമുക്കറിയാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് 1 വർഷം 30 ലീവ്, 1 മാസം മാത്രമേ ലീവ് ഉണ്ടാകത്തുള്ളൂ. പിന്നെ എയർഫോഴ്സിൻ്റെ അതായത് അഗ്നിവീറിൻ്റെ സാലറി സംഭവമൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു വർഷം ലഭിക്കുന്നത് ഫസ്റ്റ് ഇയർ 30,000 ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കുമ്പോൾ 21 ആയിരിക്കും. 9 ഗവൺമെൻറ് പിടിക്കും, 9 ഗവൺമെൻറ് തന്നെ സേവാനിധി ഫണ്ടിൽ നിന്ന് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെയൊക്കെ കൂടിയിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിക്കുന്ന ഒരു 5 ലക്ഷവും പിന്നെ ഗവൺമെൻറ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു 5 ലക്ഷമൊക്കെ കൂടി ഫൈനലി ഇറങ്ങി വരുമ്പോൾ 11 ലക്ഷത്തിൻ്റെ അടുത്ത് 10 ലക്ഷം ആ ഒരു എമൗണ്ടിൻ്റെ അടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, 4 വർഷം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി ഇതിൻ്റെ അപേക്ഷാ ഫോം ഉണ്ട്, അതും കൂടി നമുക്ക് നോക്കാവുന്നതാണ്. അപേക്ഷാ ഫോം ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. സോ ഇതാണ് നിങ്ങളുടെ അപേക്ഷാ ഫോം എന്ന് പറയുന്നത്. ഇവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫോട്ടോ ഒട്ടിക്കേണ്ടത്. ഈ ടോപ്പിലായിട്ട് കണ്ടോ, പേസ്റ്റ് സെൽഫ് അറ്റസ്റ്റഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, ഇവിടെയാണ് നിങ്ങൾ ഒട്ടിക്കേണ്ടത്. അപ്പം നിങ്ങളിവിടെ ഫോട്ടോ ഒട്ടിച്ചതിന് ശേഷം നിങ്ങളുടെ ഒപ്പം എന്ത് ചെയ്യുക, ആ ഫോട്ടോയിൽ കുറച്ച് തട്ടി പുറത്തേക്ക് പോകുന്ന രീതിയിൽ നമ്മൾ PSCൻ്റെയൊക്കെ ഒപ്പൊക്കെ ഇടില്ലേ എക്സാമിനൊക്കെ പോകുമ്പോൾ, ആ ഒരു രീതിയിൽ. അതായത് ഇത് ഫോട്ടോ ഒട്ടിച്ചൊരു ഭാഗമാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഒപ്പ് ഇവിടെ ഇങ്ങനെ ഒപ്പിട്ട് കൊടുത്തിട്ട് ഈ ഫോട്ടോ ഫേസിൽ ആവരുത്, ഫേസിലാവാത്ത രീതിയിൽ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ സൈൻ ഇട്ടിട്ട് വേണം അയക്കാനെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഓരോന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഫില്ല് ചെയ്താൽ മതി. നിങ്ങളുടെ ഡീറ്റെയിൽസ് മാത്രം ഫില്ല് ചെയ്യുക. ഇതിൽ ഓഫീസായിട്ട്, അതായത് അവരെ ഓഫീസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ചെയ്യേണ്ട. ടു ബി ഫിൽഡ് ഇൻ ക്യാപിറ്റൽ ഓൺലി ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിലെ ക്യാപിറ്റൽ ലെറ്റർ വലിയ അക്ഷരത്തിൽ മാത്രം 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ പേര് ഇപ്പോൾ
എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും ഒരു പേര്, ആ പേര് എന്ത് ചെയ്യുക, വലിയ അക്ഷരം, ഇംഗ്ലീഷിലെ വലിയ അക്ഷരത്തിൽ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ അങ്ങനെ എഴുതുക, ചെറിയ അക്ഷരത്തിൽ എഴുതാൻ പാടില്ല എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, ആ ഒരു രീതിയിൽ എഴുതുക. ആധാർ നമ്പർ കൃത്യമായിട്ട് എഴുതുക, ഫാദറിൻ്റെ നെയിം, കാര്യങ്ങൾ ഇതൊക്കെ കൃത്യമായി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് തന്നെയാണ് ഇവിടെ ചോദിക്കുന്നത്. അത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി എന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ കൃത്യമായിട്ട് എഴുതിയതിന് ശേഷം ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ച ആ ഒരു ഈ രേഖകളൊക്കെ വെക്കണം കേട്ടോ. ഈ രേഖകളൊക്കെ ഡീറ്റെയിൽ ഓഫ് സർട്ടിഫിക്കറ്റ് അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞിട്ട് ഈ രേഖകളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ വെക്കണം. ഇല്ലാത്ത രേഖകളുണ്ടെങ്കിൽ പ്രശ്നമില്ല, കുഴപ്പമുണ്ടാവില്ല. ഇല്ലാത്ത രേഖ എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ്പീരിയൻസ് ഇതിൽ നിർബന്ധമില്ല. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുമില്ല, ഐ മീൻ ഒരു ഇതുണ്ടാവും, പ്രയോറിറ്റി. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, നോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, കുഴപ്പമില്ല. എന്തായാലും വെക്കുകയാണ് വേണ്ടത്, പ്രധാനമായിട്ടും ഉള്ളതൊക്കെ വെക്കുക. ഇപ്പോൾ NCC ഇവിടെ ഉണ്ടെങ്കിൽ NCC ഇല്ലാത്തവർക്ക് അപേക്ഷിക്കാൻ പറ്റുമല്ലോ, അതങ്ങനെയാണ് ഉദ്ദേശിച്ചത്. എക്സ്പീരിയൻസ് വേണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത് ഫില്ല് ചെയ്തിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടതെന്ന് ശ്രദ്ധിക്കുക. അഡ്മിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൽ ഓഫീസ് ഡ്യൂട്ടി നിങ്ങളൊന്നും ചെയ്യേണ്ട. ഇവിടെ പ്രൊസീഡിംഗ് ഓഫീസർ എന്ന് പറയുന്ന സംഭവമൊക്കെ ഉണ്ട്, അതൊന്നും നിങ്ങൾ യൂണിറ്റ് സ്റ്റാമ്പ് ഇതൊന്നും നമ്മൾ ചെയ്യേണ്ടതല്ല. അവർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട. നമ്മളുടെ ഡീറ്റെയിൽസ് നമുക്ക് അറിയുന്നതൊക്കെ കൃത്യമായിട്ട് ഫില്ല് ചെയ്തിട്ട് അയക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതൊരു ഫില്ല് ചെയ്യുന്നൊരു വീഡിയോ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. നേരത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന തിരുവനന്തപുരത്തിൻ്റെയൊക്കെ ഒരു അഡ്രസ്സ് ഉണ്ടല്ലോ, ആ അഡ്രസ്സിലേക്കാണ് ഇത് അയക്കേണ്ടത്. സോ ഇത് ലഭിക്കാനായിട്ട് നേരത്തെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഇതിൻ്റെ കമൻറ്റിലില്ല, ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട.